ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഗഫൂർക്ക ഗൾഫിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ ഫസ്റ്റ് ഇറങ്ങുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഭയങ്കര സങ്കടമായിരുന്നു പോകുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അവനെൻ്റെ ഹസ്ബൻഡ് പോകുമ്പോൾ സങ്കടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നൊന്നും വീഡിയോ എടുക്കാനൊന്നും മൂടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എയർപോർട്ടിലെത്താനായപ്പോൾ മോള് പറഞ്ഞു എന്താ വീഡിയോ ഒന്നും എടുക്കാത്തതെന്ന്. അപ്പം ഞാനങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് ഇവരെന്നെ കുറേ കരയിക്കാനെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ തന്നെ എടുത്തിട്ട് ആ സങ്കടം അങ്ങനെയെങ്കിലും ചെറുങ്ങനെ മാറ്റാമെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ, അവനെൻ്റെ ഹസ്ബൻഡ് എപ്പോഴും കൂടെ ഉണ്ടാവണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക. പക്ഷേ ഗൾഫിലുള്ളവരുടെ അവസ്ഥ ഒരു വല്ലാത്തതാണ്. ഒന്നെങ്കിൽ ഹസ്ബൻഡും വൈഫും അവിടെ നിൽക്കുക, ഗൾഫിൽ നിൽക്കുക, അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കുക. ഞാനും ഇടയ്ക്ക് പോയിട്ട് ഞാൻ പിന്നെ മോളെ കല്യാണമെല്ലാം ആയപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നതാണ്. 2 വർഷത്തെ വിസ എടുത്തിട്ട് തന്നെ പോയതാണ് കേട്ടോ. പിന്നെ എനിക്കും പോകാമെന്നുള്ള ഒരു ആശ്വാസത്തിൽ ഞാനിങ്ങനെ അത്ര വലിയ സങ്കടപ്പെടാണ്ടല്ലോ ഇങ്ങനെ വീഡിയോയിൽ എടുക്കുകയാണ്, ഹാപ്പി ആക്കി എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയെന്ന് ലഗേജും കാര്യങ്ങളെല്ലാം എടുത്ത് പോയെന്ന് പറഞ്ഞെങ്കിലും മാപ്പിള പോയി. അങ്ങനെ അത് അകത്തേക്ക് കയറി. പിന്നെ ഇത് ചെക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ, അതിനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ പിന്നെ എൻ്റെ മോള് ചൂടാക്കുന്നുണ്ട്. മോളാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഉമ്മ കരയുന്നത് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. എന്തായാലും സങ്കടവും കരച്ചിലെല്ലാം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. പക്ഷെ അതങ്ങനെ സഹിക്കുക തന്നെ, പിന്നെന്ത് ചെയ്യാനാ. പിന്നെ ഒരാഴ്ച കൊണ്ടേ എല്ലാം ഇങ്ങനെ സെറ്റ് ആവും. അതുവരെ എന്തായാലും ടെൻഷനിലുണ്ടാവും. പക്ഷേങ്കിലും ഇപ്പം ഇത്ര നാളുള്ള പോലെയല്ല. എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ ഒറ്റക്കായി. അപ്പം അനിയത്തിൻ്റെ മോനും ഒന്നിച്ച് കിടക്കലുണ്ട്. എന്നാലും നമുക്കെന്തോ ഒരു വിഷമം. അതുകൊണ്ട് ഞാനും ഇൻഷാ അള്ളാ പോകും. അപ്പോൾ അതിൻ്റെ വീഡിയോയിൽ എടുക്കാം കേട്ടോ. അങ്ങനെ അതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചെക്കിങ്ങിനൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഗഫൂർക്ക. എല്ലാവർക്കും ഒന്നും അങ്ങനെ ഗൾഫിലൊന്നും പോകാൻ പറ്റിയെന്നൊന്നും വരില്ലല്ലോ അല്ലേ. എന്നാലും അവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും. എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി കണ്ട് ചെയ്തു തരും. നമ്മളെ വീട്ടിലുള്ള പണി, ഫുഡ് ഉണ്ടാക്കുക, എവിടെയെങ്കിലും പോകാണ്ടെങ്കിൽ മാറ്റി ഒരുങ്ങി പോവുക, അത്രയേ വേണ്ടു. പക്ഷെ സാധനം വാങ്ങിക്കൊണ്ട് തരുത്തും എല്ലാം ഹസ്ബൻഡാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വിഷമം എനിക്ക് ഉണ്ടായിട്ടില്ല, ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ പോയി കഴിഞ്ഞാൽ എല്ലാം എൻ്റെ തലയിലായി, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ. എനിക്ക് ഭയങ്കര മടിയാണ് ഈ പുറത്ത് പോയിട്ട് സാധനം വാങ്ങുന്നത്. വീട്ടിൽ നിന്ന് എങ്ങനെ പണിയെടുക്കുകയെല്ലാം ചെയ്യും, പക്ഷെ എനിക്ക് പുറത്തിറങ്ങിയിട്ട് സാധനം വാങ്ങിക്കൊണ്ട് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് എനിക്ക് മുഴുങ്ങി മുറിക്കാൻ വേണ്ടി ഭയങ്കര മടിയാണ്. അതുകൊണ്ട് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാം മീനെല്ലാം കട്ട് ചെയ്തിട്ടില്ലാന്ന് കൊണ്ടുവരാം. അത്രയും എളുപ്പമാക്കി തരും എല്ലാ പണിയും. അപ്പോൾ അതാ അകത്തുനിന്ന് ഇങ്ങനെ നമ്മൾ തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ടുണ്ടായിന്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ അവിടെ നിന്നുണ്ട് ഗഫൂർക്കാനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ അതാ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പ്രാർത്ഥിക്കുക.